നെക്സ്റ്റ് ടോപ്പിക് റെസ്പോൺസ് ഓഫ് സിസ്റ്റം സബ്ജക്റ്റഡ് ടു ഹാർമോണിക് ലോഡിംഗ്. അപ്പോൾ ഇത് കുറച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കിയാൽ മതി. ഡെറിവേഷൻ ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് മാത്രം നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഹാർമോണിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ അത് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്. അതായത് ആ ഒരു ഫോഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരും, അതിന്റെ എല്ലാ ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സിമിലർ ആയിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് ഹാർമോണിക് ലോഡിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്ട്രക്ചറിൽ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ ഒരു മെഷീന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് ലോഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ്. അപ്പൊ ഇതില് രണ്ട് കേസുകളുണ്ട്, ഒന്ന് അൺഡാംഡ് വൈബ്രേഷനും ഡാംഡ് വൈബ്രേഷനും. അപ്പൊ ജസ്റ്റ് നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇതിൽ വരുന്ന ഇക്വേഷൻസ് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാം. ഇതിലൊരു ടേം ഉണ്ട് P0, അതായത് ആ ഇനീഷ്യലി ആ മെഷീൻ കാരണം വരുന്ന ആ ഒരു ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിന്റെ വാല്യൂ ആണ് P0 എന്ന് പറയുന്നത് ഇനീഷ്യലി വരുന്ന. അതുപോലെ ഒമേഗ ബാർ എന്ന് പറയുന്നത് എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ആണ്, അതായത് ആ ഒരു പർട്ടിക്കുലർ മെഷീൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലോഡിന്റെ ഫ്രീക്വൻസി ആണ് ഒമേഗ ബാർ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ടി ബാർ എന്ന് പറഞ്ഞ ടേം കാണാം, അതും ടൈം പീരീഡ് ആണ്. ഓക്കെ, ആ ഒരു ഹാർമോണിക് ലോഡിങ്ങിന്റെ കേസിലുള്ള ആ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ ആ ഒരു സൈക്കിളിന്റെ ടൈം പീരീഡ് ആണ് ടി ബാർ എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഹാർമോണിക് ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് ടി ബാർ. ഓക്കെ, ഒമേഗ ബാർ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി. അപ്പോൾ അത് നമ്മളെ നോർമൽ ഒമേഗയല്ല, ആ ഒരു മെഷീന്റെ അല്ലെങ്കിൽ ആ ഒരു ലോഡിങ് കൊണ്ടുവരുന്നതിന്റെ അല്ലെങ്കിൽ ആ ലോഡിങ്ങിന്റെ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സൈറ്റേഷൻ ഫ്രീക്വൻസിയാണ് ആ വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതായത് ഹാർമോണിക് ലോഡിങ് കാരണം വരുന്ന വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഒമേഗ ബാർ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ് ആണ് ടി ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ ഒമേഗ ബാറിന്റെ ഇക്വേഷൻ 2π/T ബാർ ആണ് ഒമേഗ ബാറിന്റെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒമേഗ ബാർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ആണ്. അതുപോലെ ഇതിലിപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അൺഡാംഡ് കണ്ടീഷൻ ആണ് കേട്ടോ, അൺഡാംഡ് വൈബ്രേഷൻ ആണ്. ഹാർമോണിക് ലോഡിങ്ങില് അൺഡാംഡ് വൈബ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് ഒമേഗ ബാർ ബൈ ഒമേഗ. ഓക്കെ, അതായത് എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ബൈ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം. അതിന് നമ്മൾ ബീറ്റ എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അത് ഫ്രീക്വൻസി റേഷ്യോ എന്നാണ് പറയുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രീക്വൻസി റേഷ്യോ. അപ്പൊ ഇതില് ഒരു റെസണൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്, റെസണൻസ്. ഓക്കെ, റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എക്സൈറ്റേഷൻ ഫ്രീക്വൻസിയും ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അല്ലെങ്കിൽ ആ ആംഗുലാർ ഫ്രീക്വൻസി സെയിം ആവുമ്പോൾ, ഇത് രണ്ടും സെയിം ആവുമ്പോൾ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് റെസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് എക്സൈറ്റേഷൻ ഫ്രീക്വൻസി സെയിം ആവുമ്പോൾ വരുന്നൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇതിൽ ബീറ്റേന്റെ വാല്യൂ എന്തായിരിക്കും? ആ ഒരു കേസിൽ ബീറ്റ =1 ആയിരിക്കും. ഓക്കെ, അതായത് അവിടെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, രണ്ടും സെയിം ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് റെസണൻസ്. ഓക്കെ, എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആവുമ്പോൾ, ഓക്കെ, ആ ഒരു സമയത്ത് ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ അൺഡാംഡ് കണ്ടീഷനിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P0/K × 1/1 - β². ബീറ്റ എന്താണെന്ന് അറിയാം, P0 നമ്മളെ ഈ ഹാർമോണിക് ലോഡിംഗ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിങ്ങിന്റെ വാല്യൂ ആണ്. K നമുക്കറിയാം, അതിന്റെ സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷൻ U(t), അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്. അൺഡാംഡ് കണ്ടീഷനിൽ വരുന്ന P0/K × 1 - β² × sin ഒമേഗ ബാർ ടി മൈനസ് ബി സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ബീറ്റ സൈൻ ഒമേഗ ടി. ഓക്കെ, P0/K × 1 - β² × സൈൻ ഒമേഗ ബാർ ടി മൈനസ് ബീറ്റ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി അടുത്തത്, ഇതിപ്പം നമ്മൾ നോക്കിയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ്, ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ ഫ്രീക്വൻസി റേഷ്യോ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഇക്വേഷനുകളാണ്. ഓക്കെ, ഇനി അടുത്തത് ഡാംഡ് സിസ്റ്റം വരുന്ന സമയത്ത്, ഡാംഡ് സിസ്റ്റത്തിൽ വരുന്ന
ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ, അതായത് അറ്റ് എ ടൈം ടിയിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ അൺഡാംഡ് കണ്ടീഷനിൽ നോക്കിയതുപോലെ തന്നെ അറ്റ് എ ടൈം ടിയിൽ വരുന്ന ഡാംഡ് കണ്ടീഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് psi omega t into c1 cos omega dt plus c2 sin omega dt plus p0 by k into 1 minus beta square whole square plus 2 psi beta square into 1 minus beta square into sin omega bar t minus 2 psi beta cos omega bar t. ഈ ഒരു ഇക്വേഷൻ ആണ് ഡാംഡ് കണ്ടീഷൻ വരുമ്പോഴുള്ള ഇക്വേഷൻ. ഇതിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. ഇത് ഫസ്റ്റ് കമ്പോണന്റ്, ഇത് സെക്കൻഡ് കമ്പോണന്റ്. അപ്പോൾ ഡ്യൂ ടു ഡാമ്പിംഗ് the first component of above solution will vanish. It is present at initial stage and is called transient response. അപ്പോൾ ഇത് ട്രാൻസിയന്റ് റെസ്പോൺസ് എന്നാണ് ഈ ഒരു ഫസ്റ്റ് റെസ്പോൺസിനെ പറയുക. അതായത് ഡാമ്പിംഗ് ഉള്ളത് കൊണ്ട് അത് സീറോയിലേക്ക്, ഈ ഒരു ടേം സീറോയിലായിട്ട് പോകും, അല്ലെങ്കിൽ ഈ ഒരു ടേം ഒഴിവായി പോകുന്ന ഒരു കേസ്. ഓക്കെ, അതായത് ഇപ്പോൾ വൈബ്രേഷൻ ഉണ്ട് എന്നാൽ ഡാമ്പിംഗ് ഉള്ളത് കൊണ്ട് അത് സ്ലോലി അത് ഒഴിവായി പോകുന്ന സീറോയിലേക്ക് വരുന്ന ഒരു ടേം ആണ്. ഓക്കെ, അതിനുശേഷം സ്റ്റഡി ആയതിനു ശേഷമുള്ള റെസ്പോൺസ് ആണിത്. ഇതിന് പറയുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു വൈബ്രേഷൻ ഒഴിവായി പോകുന്ന ഒരു കണ്ടീഷൻ ആണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടേം നമ്മൾ പറഞ്ഞു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു c1 cos omega dt പ്ലസ് c2 sin omega dt എന്ന് പറയുന്ന ട്രാൻസിയന്റ് റെസ്പോൺസ് ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് steady state response, that is u of t is equal to p0 into 1 minus beta square sin omega bar t minus 2 psi b cos omega bar t divided by k into 1 minus beta square whole square plus 2 psi beta square എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഡാമ്പിങ്ങിന്റെ കണ്ടീഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ട്രാൻസിയന്റ് റെസ്പോണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഈ ഒരു ടേം മാത്രം എടുത്താൽ മതി. ഇൻ കേസ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് മാത്രമാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ടേം വരുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡിന്റെ ആണ്. ഡാംഡ് കണ്ടീഷനിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ p0 by k into 1 minus beta square whole square plus 2 psi beta square. ഈ ഒരു ടേമും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണ്. ഓക്കെ, അപ്പൊ ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഹാർമോണിക് ലോഡിംഗ് കണ്ടീഷനിലെ അൺഡാംഡും ഡാംഡും കണ്ടീഷൻസിൽ ഓക്കെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് എന്നാൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഒരു പക്ഷേ ഇത് 3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇൻ കേസ് അത് പ്രോബ്ലത്തിലും ഈ ഒരു ടേം കണ്ടുപിടിക്കാനായിട്ട് ഒരു പക്ഷേ ചോദിക്കാവുന്നതാണ്. എന്താണ് ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ? അതൊരു റേഷ്യോ ആണ്. ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ടു ദ സ്റ്റാറ്റിക് റെസ്പോൺസ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്താ നമ്മൾ കണ്ടു. ആ ഡാമിങ്ങിന്റെ കേസ് വരുന്നതിലുള്ള ആ ഒരു രണ്ടാമത്തെ സെക്കൻഡ് ടേം ആണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഓക്കെ, അപ്പം സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിനെ സ്റ്റാറ്റിക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ലോഡിംഗ്, ഓക്കെ, നോർമൽ ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഓക്കെ, അതാണ് സ്റ്റാറ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോ ആണ് ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ വരുന്ന സ്റ്റാറ്റിക് റെസ്പോൺസിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം ഡെൽറ്റ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പം നോർമൽ നമ്മളെ പി ബൈ കെ ആണല്ലോ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പിക്ക് പകരം p0 ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഡെൽറ്റ ഇസിക്കൽ p0 by k എന്നുള്ളതായിരിക്കും സ്റ്റാറ്റിക് റെസ്പോൺസ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, ആ ഒരു വലിയ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ മുന്നേ കണ്ടതിൽ. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിന്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെത്. എന്നാൽ നോർമലി സ്റ്റാറ്റിക് റെസ്പോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ p0 by k എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാ വരിക എന്നുള്ളത് നോക്കാം. ഫോർ എ ഡാംഡ് സിസ്റ്റം ആണെങ്കിൽ ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എങ്ങനെയാ വരിക നോക്കാം. ഫോർ എ ഡാംഡ് സിസ്റ്റം സബ്ജക്റ്റഡ് ടു ഹാർമോണിക് ലോഡിംഗ്, ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ഇക്വേഷൻ കണ്ടിരുന്നല്ലോ, അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ബൈ സ്റ്റാറ്റിക് റെസ്പോൺസ്. അപ്പോൾ p0 by k into root of 1 minus beta square whole square plus 2 psi beta square divided by p0 by k സ്റ്റാറ്റിക് റെസ്പോൺസ്. അപ്പോൾ ഇതിൽ p0 ക്യാൻസൽ ആക്കാം, kയും ക്യാൻസൽ ആക്കാം. അപ്പോൾ ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1 divided by root of 1 minus beta square whole square plus 2 psi beta square എന്നുള്ളതാണ്. ഇനി അൺഡാംഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ രണ്ടിന്റെ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അൺഡാംഡ് കണ്ടീഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ സ്റ്റാറ്റിക് റെസ്പോൺസിൽ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അൺഡാംഡ് ഇതിൽ നമുക്ക് ഒരു കേസ് മാത്രം, ഒരു ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരുന്നു.
ആ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഡിവൈഡ് ബൈ P0/K. നമ്മൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് വരുന്ന ഡാമ്പിംഗ് വരുന്ന കേസിൽ, അപ്പോൾ ഡാമ്പിങ്ങിന്റെ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് അത് ഡാമ്പിങ്ങിന്റെ ആ ഒരു ടേം വരുന്ന ആ ഒരു കൺസെപ്റ്റ് ട്രാൻസിയന്റ് റെസ്പോൺസ് ആണ്. അതിനുശേഷം വരുന്ന സ്റ്റഡി ആവുന്ന ഒരു സ്റ്റേറ്റിലാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അൺഡാംപ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് ഒരൊറ്റ ഇക്വേഷനുള്ള ആംപ്ലിറ്റ്യൂഡിന്, അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് P0/K into 1 - beta square divided by P0/K. ഓക്കെ, അപ്പൊ ഇതാണ്. ഇതിൽ P0 and K നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 1 - beta square എന്നുള്ളതായിരിക്കും അൺഡാംപ്ഡ് സിസ്റ്റത്തിൽ വരുന്ന ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. ഹാർമോണിക് ലോഡിംഗിൽ ഡാമ്പിംഗ് വരുന്ന കേസിൽ 1/√(1 - beta square whole square plus 2 psi beta square) ആൻഡ് അൺഡാംപ്ഡ് സിസ്റ്റത്തിൽ 1/1 - beta square. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. ഓഫ് സ്പാൻ 4 meter സപ്പോർട്ട്സ് എ മെഷീൻ അറ്റ് മിഡ് സ്പാൻ. അപ്പൊ മെഷീൻ വരുന്നുണ്ട്. മെഷീൻ വരുമ്പോൾ അത് ഹാർമോണിക് ലോഡിംഗ് ആണ്. ഓക്കെ, മെഷീൻ അത് വൈബ്രേറ്റ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാർമോണിക് ലോഡിംഗ് ആണ് വരിക. ഇഫ് ദ വെയിറ്റ് ഓഫ് ദ മെഷീൻ ഈസ് 800 Newton. ഓക്കെ, വെയിറ്റ് 800 ആണ്. ആൻഡ് ദ ഹാർമോണിക് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മെഷീൻ ഈസ് ഗിവൺ ബൈ 20 sin 15t. അപ്പോൾ നമുക്കറിയാം P0 sin ω/t എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതില് P0 എന്ന് പറയുന്നത് 20 ആണ്. P0 എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, 20 Newton ആണ്. ആൻഡ് ω/bar എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. 15 radians/second ആൻഡ് P0 is 20 Newton. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഡിറ്റർമൈൻ ദ മാക്സിമം ആൻഡ് റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ മാക്സിമം ആൻഡ് റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് ഇപ്പം കണ്ടുപിടിക്കേണ്ടത് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷന്റെ റെസൊണന്റ് ആൻഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ബീറ്റ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലെ. അതായത് നമ്മുടെ ω/bar ഡിവൈഡഡ് ബൈ ω എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രീക്വൻസി റേഷ്യോ. അപ്പോൾ റെസൊണന്റ് കണ്ടീഷൻ വരുന്നത് ഇത് രണ്ടും ഈക്വൽ ടു 1 ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂ സെയിം ആവുമ്പോഴാണ്. അപ്പം ബീറ്റ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ബീറ്റ 1 ആകുമ്പോഴുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ് റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അവൈലബിൾ ആണ് അല്ലെ, നമുക്ക് ഇക്വേഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം മാക്സിമം സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്, P0/K into 1 - beta square whole square plus 2 psi beta എന്ന് പറയുന്ന റിലേഷൻ ആണ്. അപ്പൊ ഇതില് ആക്ച്വലി വരുന്ന നോർമൽ ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ബീറ്റ 1 ആകുമ്പോഴുള്ളതും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ട മാക്സിമം റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, അപ്പോൾ അതിലേക്ക് വേണ്ട വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇക്വേഷൻസിൽ ഏതൊക്കെയാ വരുന്നത്? P0 നമുക്ക് കിട്ടിയിട്ടുണ്ട്, K വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, ബീറ്റ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, psi വാല്യൂ ഒക്കെ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊരു ബാക്കിയുള്ളത് അസ്യൂമിങ് 5% ക്രിട്ടിക്കൽ ഡാമിംഗ് 5% അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം 5% ക്രിട്ടിക്കൽ ഡാമിംഗ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് psi വാല്യൂ നമുക്ക് എടുക്കാം. E is equal to 2 × 10⁵ Newton/mm², I 6000 mm⁴ എന്ന് പറഞ്ഞിട്ടും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്ത് എഴുതാം. L സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് തന്നു, സ്പാൻ L അല്ലെ, അത് 4 meter ആണ്, അത് എഴുതി. ഇവിടെ വരുന്ന വെയിറ്റ്, മെഷീന്റെ വെയിറ്റ് 800 Newton ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് M ആണല്ലോ വേണ്ടത്. അപ്പം W/G ന്യൂട്രൽ ആണ്. അപ്പൊ ഡിവൈഡ് ബൈ ഗ്രാവിറ്റി കോൺസ്റ്റന്റ് 9.81. ഓക്കെ, അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടും ഇൻ കിലോഗ്രാം. ഓക്കെ, അപ്പം മാസ് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, ഹാർമോണിക് ഫോഴ്സ് തന്നു. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് P0 sin ω/t ആണ്. അപ്പൊ P0 എന്ന് പറയുന്നത് 20 Newton ആണ്, ω/bar 15 radians/second ആണ്. അതുപോലെ ഇവിടെ തന്നു അസ്യൂമിങ് 5% ക്രിട്ടിക്കൽ ഡാമിംഗ്, അതായത് അസ്യൂം
ഡാമ്പിംഗ് ആണ് കേട്ടോ. അസ്യൂം ആ ഡാമ്പിങ്ങിന്റെ വാല്യൂ 5% ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് സൈ വാല്യൂ C/cc. ഓക്കെ, അപ്പൊ അതിൽ സി ആണ് ഇതിന്റെ ഡാമ്പിങ്ങിന്റെ 5% എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 5/100 ചെയ്താൽ 0.05 ആയിരിക്കും സൈ വാല്യൂ. ഓക്കെ, ഡാമ്പിംഗ് ഈസിക്കൽ ടു 5% ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. അപ്പൊ സൈ ഈസിക്കൽ ടു 0.05. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂ കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ ഇക്വേഷൻ ആണ് ഇത്, ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. അപ്പം നോർമൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ആ P0 നമുക്ക് അവൈലബിൾ ആണ്, K നമുക്കറിയില്ല, ബീറ്റ വാല്യൂ അത് നമ്മൾ കണ്ടുപിടിക്കണം. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ബീറ്റ ഈസിക്കൽ ടു ഒമേഗ ബാർ ബൈ ഒമേഗയാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കണം. സൈ നമുക്കറിയാം. ഓക്കെ, ബീറ്റ വാല്യൂ K ആൻഡ് ബീറ്റ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം ഈ ഇക്വേഷന്റെ അകത്തുനിന്ന്. P0 നമുക്കറിയാം. K കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ നോക്കാം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്പാൻ 4 മീറ്റർ അല്ലെ, സപ്പോർട്ട്സ് എ മെഷീൻ അറ്റ് മിഡ് സ്പാൻ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീം ആണ്, സ്പാൻ 4 മീറ്റർ ആണ്. അതിന്റെ മിഡിലിൽ ഒരു മെഷീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മെഷീൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെഷീന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 800 ന്യൂട്ടൺ ആണ്. ഓക്കെ, 800 ന്യൂട്ടൺ. അപ്പൊ ഈ മെഷീനെ സെന്ററിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡില് ലോഡ് സെന്ററിൽ വരുമ്പോൾ അല്ലെങ്കിൽ മാസ് സെന്ററിൽ വരുമ്പോൾ സ്റ്റിഫ്നെസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇക്വേഷൻ ഈസ് WL³ ഡിവൈഡ് ബൈ 48 EI എന്നുള്ളതാണ് അവിടുത്തെ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ നമുക്ക് എടുക്കാം, 48 EI by L³. Okay, given system is a single degree of freedom, damped vibration with harmonic excitation, K is 48 EI by L³. ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ WL³ by 48 EI നമ്മൾ പഠിച്ചിരുന്നു. P by ഡെൽറ്റ അല്ലെ, P by ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഇക്വേഷൻ വരുന്നത് 48 EI by L³ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് വരുന്നത്. അതിന്റെ അകത്ത് നമുക്ക് ഈ I വാല്യൂ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, EI വാല്യൂ ക്വസ്റ്റിൽ അവൈലബിൾ ആണ്, L വാല്യൂ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 48 E വാല്യൂ 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, ആൻഡ് 6000 മില്ലിമീറ്റർ റേസ് ടു 4. അപ്പൊ അത് കൊടുക്കാം, ഡിവൈഡ് ബൈ L, അത് മില്ലിമീറ്ററിൽ തന്നെ കൊടുക്കാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിൽ കിട്ടും K വാല്യൂ. ഓക്കെ, അപ്പൊ K വാല്യൂ നമുക്ക് കിട്ടി ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അത് ന്യൂട്ടൺ പെർ MM കണ്ടുപിടിച്ചത് അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഒമേഗ വേണം. ഒമേഗ എന്ന് പറയുന്നത് എന്താ, കാരണം ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ ബാർ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ, ഒമേഗ ബാർ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഒമേഗ വേണം. ഒമേഗ ഈസിക്കൽ ടു √K/m എന്നുള്ളതാണ്. ഓക്കെ, അപ്പം √K/m, K എന്ന് പറയുന്നത് 0.9 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിനെ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കും into 10⁻³ ആൻഡ് മാസ് ഈസ് 800 by 9.81. ഓക്കെ, അപ്പൊ 800 by 9.81 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3.32 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഒമേഗ കിട്ടി, K കിട്ടി. അപ്പൊ ഇക്വേഷനിലേക്ക് K ആയി. ഇനി ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ ബാർ ബൈ ഒമേഗ എന്നുള്ളതാണ്. അപ്പം ബീറ്റ ഫ്രീക്വൻസി റേഷ്യോ ബീറ്റ ഈക്വൽ ടു ഒമേഗ ബാർ ബൈ ഒമേഗ 15/3.32. അപ്പൊ 4.52 എന്ന് പറഞ്ഞാൽ നമുക്ക് ബീറ്റ കിട്ടും. അപ്പൊ എല്ലാ വാല്യൂസും നമുക്കായി അല്ലെ. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് P0/K. ഓക്കെ, P0/K ഡിവൈഡ് ബൈ √1 - β² ഹോൾ സ്ക്വയർ പ്ലസ് 2 psi β². അപ്പൊ നമുക്ക് 0.9 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ. അപ്പൊ അത് ന്യൂട്ടൺ പെർ മീറ്റർ ആകുമ്പോൾ into 10⁻³ ചെയ്യണം. അപ്പൊ 20/900. ഓക്കെ, 20/900 ഡിവൈഡ് ബൈ √1 - β² 4.52 സ്ക്വയർ ആൻഡ് പ്ലസ് 2 into psi 0.05 ആണ് into ബീറ്റ 4.52 സ്ക്വയർ. ഓക്കെ, അപ്പം 1 - 4.52 സ്ക്വയർ ഉണ്ട്, 4.52 സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 20 into 0.05 into 4.52 സ്ക്വയർ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1.143 into 10⁻³ മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ദാറ്റ് ഈസ് 1.143 mm. ഓക്കെ, അപ്പൊ ഇവിടെ 1 - β², 1 - 4.52 സ്ക്വയർ ഉണ്ട് into 1 - 4.52 സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 20 into 0.05 into 4.52 സ്ക്വയർ. ഓക്കെ, 20/900 ചെയ്താൽ 1.143 mm എന്ന് പറഞ്ഞു കിട്ടും.
അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയി സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ബീറ്റ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ബീറ്റ വാല്യൂ 1 ആവുമ്പോൾ ഇവിടെ 1 - 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ടേം അങ്ങ് പോകും. ബാക്കി ഇവിടെ ബീറ്റ 1 ആവുമ്പോൾ 2 സൈ സ്ക്വയർ ആണ് ഉണ്ടാവുക. ഓക്കെ, 2 സൈ സ്ക്വയറിന്റെ റൂട്ട്. ഓക്കെ, 2 സൈ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 4 സൈ സ്ക്വയറിന്റെ റൂട്ട് 2 സൈ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എ റെസൊണന്റ് എന്ന് പറയുമ്പോൾ P0/K ഡിവൈഡ് ബൈ 2 സൈ തന്നെ വരും. 20/900 ഡിവൈഡ് ബൈ 2 × 0.05 0.222 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഇതാണ് ആംപ്ലിറ്റ്യൂഡ്, റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ. അപ്പോൾ റെസൊണൻസ് കണ്ടീഷൻ വരുന്നത് എപ്പോഴാ, ഒമേഗ ബാർ ഈസ് ഈക്വൽ ടു ഒമേഗ വരുമ്പോൾ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി റേഷ്യോ 1 ആവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക ചെയ്യുന്നതിൽ. അപ്പം മാക്സിമം എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.